കനത്ത മഴയിൽ ഉത്തരാഖണ്ഡിൽ അവിടെ മിന്നൽ പ്രളയവും തുടർച്ചയായ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനം ഉണ്ടായി. അവിടെ മിന്നൽ പ്രളയത്തിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കിഷ്ത്വാർ സിന്ധാൻ ദേശീയപാത തകർത്തതിനെ തുടർന്ന് പൂർണ്ണമായും ഗതാഗത സ്തംഭനമുണ്ടായി. 15,000-ഓളം പേരാണ് അസമിൽ പ്രളയക്കെടുതിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഹരിത വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഹരിത, ഇപ്പോൾ കേരളത്തിൻ്റെ നിന്നും 10 മടങ്ങ് മോശം അവസ്ഥയാണ് ഈ ഉത്തരാഖണ്ഡിലും കശ്മീരിലുമൊക്കെ. എന്താ നിലവിലെ സാഹചര്യം? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് സമാനമായ അവസ്ഥയാണ് ദേശീയ തലത്തിലും മഴയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. കനത്ത മഴയാണ് രാജ്യത്തുടനീളം പെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എൽനീനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് മഴ താമസിക്കുന്നു അല്ലെങ്കിൽ കാലവർഷം വൈകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾക്കൊക്കെ പിന്നാലെയാണ് രാജ്യത്തുടനീളം ഒരാഴ്ചയായി മഴ തകർത്ത് പെയ്യുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നത്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെയുള്ളതിന് വലിയ രീതിയിലുള്ള കേടുപാടുകളാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ നിലവിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ കേന്ദ്രങ്ങൾക്കുമൊക്കെ വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചതായിട്ടാണ് ജമ്മു കാശ്മീർ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അതുപോലെ തന്നെ ജമ്മു ശ്രീനഗർ ദേശീയപാത താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട്. കിഷ്ത്വാർ സിന്ധാൻ ദേശീയപാതയും തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്നുള്ള അമർനാഥ് തീർത്ഥാടന യാത്രയ്ക്കും താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതോടുകൂടി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാശനഷ്ടം നേരിട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇതിനോടനുബന്ധിച്ച് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 19-നായിരുന്നു സമാനമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രളയവും അതിനുശേഷമുള്ള മേഘവിസ്ഫോടനമൊക്കെ ഉണ്ടാകുന്നത്. ജൗരി, പൂഞ്ച് എന്നീ അതിർത്തികളെ കാശ്മീരുമായി ബന്ധിപ്പിക്കുന്ന പ്രദേശത്തെ റോഡുകൾക്കും വൻ നാശനഷ്ടം ഇതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ അസമിൽ പ്രളയക്കെടുതിക്ക് ചെറിയ തോതിൽ സമാധാനം അല്ലെങ്കിൽ ശമനം ഉണ്ടായിരിക്കുന്നതായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രളയബാധിത ജില്ലകൾ 7ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ദുരിതബാധിതരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ദേശീയ തലത്തിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇവിടെ മഴ കുറഞ്ഞിട്ടുണ്ടെന്നും അതുപോലെ തന്നെ മരണങ്ങളൊന്നും റിപ്പോർട്ടും ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ രാജ്യത്ത് മുഴുവൻ നോക്കുകയാണെങ്കിൽ 20-ലധികം സംസ്ഥാനങ്ങളിലാണ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ്. എന്തായാലും വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ അപ്ഡേറ്റുകൾ നൽകാൻ സാധിക്കും. സേതു. ഓക്കെ, ശരി ഹരിത, ശരി.